കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേ വികസനത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നുവെന്നാണ് കേന്ദ്ര വ്യോമയാന വകുപ്പ് ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതിനു പുറകെ ഭൂമി ഏറ്റെടുക്കൽ വൈകിയാൽ റൺവേ നീളം കുറയ്ക്കുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതേസമയം ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 2020 ഓഗസ്റ്റ് 7-നുണ്ടായ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് 2860 മീറ്റർ റൺവേ 2540 മീറ്ററാക്കി ചുരുക്കുന്നതിന് ഉദ്യോഗസ്ഥതല നിർദ്ദേശം വന്നത്. ഇരുഭാഗത്തുമുള്ള 90 മീറ്റർ റിസ 240 മീറ്ററാക്കി നീട്ടുന്നതിന് വേണ്ടിയായിരുന്നു ഈ നിർദ്ദേശം. തുടർ നടപടിയുടെ ഭാഗമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കലും നടന്നു. എന്നാൽ കടുത്ത എതിർപ്പിനെ തുടർന്ന് തീരുമാനം മരവിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് റൺവേ വികസനത്തിന് കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടത്. കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലും പള്ളിക്കൽ പഞ്ചായത്തിലുമായി 14.5 ഏക്കർ ഭൂമിയാണ് കരിപ്പൂർ റൺവേ വികസനത്തിനായി ഇനി ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ തുടങ്ങിയെങ്കിലും പിന്നീടുണ്ടായ മെല്ലെപ്പോക്കാണ് റൺവേ വികസനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കേന്ദ്ര വ്യോമയാന വകുപ്പ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. അതേസമയം കരിപ്പൂരിൽ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. സ്ഥലമേറ്റെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ചെയർമാൻ KM ബഷീർ പറഞ്ഞു. കരിപ്പൂരിൽ കൂടുതൽ സ്ഥലം അനുവദിച്ചെങ്കിലും റൺവേയുടെ നീളം കുറയ്ക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഭൂമി ഏറ്റെടുക്കലിനെതിരെ പരിസരവാസികൾ രംഗത്ത് വന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് അന്തിമം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.